എല്ലാവർക്കും ഒരു ഹായ് പോയി എന്നാണ് പോകുന്നത് പാറ്റൊരു ത്രൂ ദ ഹെവൻ എന്ന ആനിമിലെ എപ്പിസോഡ് 167. ഓക്കെ, ഇപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഷിയോയിന് ആ 3 ഹാഫ് ഡൗ സൈൻറ്റിനെ കണ്ട് അവരോട് ഇതാത് 3 പപ്പറ്റായിട്ട് മാറി. അതിന് പെയിനോ ഫീലിംഗോ ഒന്നും തന്നെ ഇല്ല. നോർമൽ ഹാഫ് ഡൗ സൈൻറ്റിനെ പോലെ ആകില്ല, കെയർഫുൾ ആകാനായിട്ട് പറഞ്ഞിട്ട് കുഞ്ഞുവിനെ നോക്കുന്നുണ്ട്. അവരതിൻ്റെ അടുത്തേക്ക് പിന്നെ പോവുകയാണ്. കൂടെ മറ്റ് 2 കൂട്ടരും ഉണ്ട്. അപ്പോഴുണ്ട് ആ പപ്പറ്റ് അതിലൊന്ന് അനങ്ങുന്നത് പോലെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഷിയോൻ പറഞ്ഞു. പിന്നെ നേരെ ചെന്ന് അവർ ചാടി വന്നത് ആ ഹാഫ് ഡൗ സൈൻറ്റ് ഒരു ഡൊമൈൻ പോലെ ഒന്ന് ആ സ്പേസ് അതിനുള്ളിലേക്ക് അവരെ ട്രാപ്പാക്കി. ഷിയോയിന് ആ ലൈറ്റ് ആട്രിബ്യൂട്ട്സ് ഉള്ള ആളുടെ സ്പേസിലും ഫോറസ്റ്റ് ഡ്രൈവിന് ആർട്ട് ആട്രിബ്യൂട്ട്സ് ഉള്ളതും കുഞ്ഞിന്റെ സോൾ ആട്രിബ്യൂട്ട്സ് ഉള്ള അതിലുമായിട്ടാണ് ആയത്. ഷിയോയിന് അവരോട് കെയർഫുൾ ആകാൻ പറഞ്ഞിട്ട് മനസ്സിൽ ഈ പപ്പറ്റിന്റെ ലൈഫ് ഒരുപാടാണ്, അതിന്റെ വീക്ക്നെസ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രാഗൺ ഫയർ വിട്ട് ആ ഹാഫ് ഡെഫിസിന്റിനാകട്ടെ അതിന്റെ ഒരു എക്യുപ്മെന്റ് വെച്ച് അത് അബ്സോർബ് ചെയ്തു. അത് കണ്ട് ഞെട്ടിപ്പോയി. അതിനപ്പുറം അത് തിരിച്ച് ലൈറ്റ് ആട്രിബ്യൂട്ട്സ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. നേരെ വിടുന്നുണ്ട്. അത് ബാക്കിയുള്ളവരെ പറപ്പിച്ച് ഷിയോൻ അത് ഇല്ലാതാക്കി. ഷിയോന് നേരെ ചാടി വന്നത് ബാക്കിയുള്ളവരെല്ലാവരും കൂടി ചേർന്ന് അതിനെ അറ്റാക്ക് ചെയ്യണം. അത് തടയാനായിട്ട് നൽകുന്നു. അപ്പോഴും ആ മനസ്സിൽ ഇതത്ര സിമ്പിൾ ആകില്ല. ഈ സമയം ഹുൻക്ലാൻ്റെ അവിടെ ഹുന്യു അവന്റെ നിർദ്ദേശപ്രകാരം വെച്ച് അവന്റെ ആൾക്കാർ ആ പപ്പറ്റിനെ ഹീൽ ചെയ്യാൻ നോക്കുകയാണ്, അതിനെ ജീവൻ വെപ്പിക്കാൻ നോക്കുകയാണെന്ന്. ആ ഹുൻക്ലാൻ ബ്ലഡൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും അവന്റെ കൂടെ ഒരു ഹാഫ് ഡൗസൻറ്റ് ഉണ്ടാകുമല്ലോ. പ്ലാൻ പോലെ പോകുന്നുണ്ട്. അതിന് മാറ്റം വന്നാൽ പെട്ടെന്നുണ്ട് അതിന്റെ ആൾക്കാരെ തന്നെ കൂടുതലും പേരെയും സോൾ ചെയിൻ യൂസ് ചെയ്ത് കൊല്ലാനായിട്ട് തുടങ്ങി. അതവൻ വിചാരിച്ചിരുന്നില്ല. അതിൽ നിന്നൊക്കെ സ്കിപ്പായിട്ട് പിന്നെ പോവുകയാണ്. അവസാനം വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചറ്റാക്കിന് തുടങ്ങി. ഈ സമയം ആർട്ട് ആട്രിബ്യൂട്ട്സ് ഉള്ള ഹാഫ് സെയിന്റ് ആയിട്ട് നേരിടുന്ന ഫോണിസ് ഡ്രൈവ് എന്ന അവർക്ക് നല്ല രീതിയിൽ പരിക്കേൽക്കുന്ന രീതിയിലാണ് പോയെന്ന്. അങ്ങനെയുള്ള അവസ്ഥയാണ്. സ്പിരിറ്റ് ബീസ്റ്റുകളെയൊക്കെ ചറപറ വിടുകയാണ്. അപ്പോഴുണ്ട് ഫോർമേഷൻ വെച്ച് അതിനെല്ലാം തടയുന്നുണ്ട്. അത് പൊട്ടിക്കാനായിട്ട് നോക്കി അവസാനം ബ്രേക്കായി. അവർക്ക് നേരെയും വരുന്നുണ്ട്. വേറെ വഴിയില്ല, അറ്റാക്ക് ചെയ്യാനായിട്ട് തന്നെ പോകുന്നുണ്ട്. അത് തിരിച്ച് കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കണം ആ പപ്പറ്റും. അതേപോലെ എല്ലാം നോക്കിയിട്ട് ഷിയോയിന് അവർക്ക് ഒന്നും തന്നെ ആ പപ്പറ്റിനെ തടയാൻ കഴിയുന്നില്ല. അപ്പോഴാണ് സ്പിരിച്വൽ പവർ യൂസ് ചെയ്ത് നോക്കുന്ന ഈ ഒരുപാട് ത്രെഡ്സ് ആ പപ്പറ്റുമായിട്ട് കണക്ട് അത് ആ ഏൻഷ്യന്റ് ട്രീ ആയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതില്ലാതാക്കാനായിട്ട് പറഞ്ഞ് അവർ പോകുന്നു. അവർ വരുന്ന സമയത്ത് ഹാഫ് സൈൻറ്റ് ഒരു സ്കിൽ യൂസ് ചെയ്യണം. അതോടെ ഒരു വലിയ ഫോർമേഷൻ അതിൽ നിന്നും വരുന്ന ലൈറ്റ് ആട്രിബ്യൂട്ട്സ് ഉള്ള അറ്റാക്ക് അത് തടയാൻ നോക്കുന്ന 6 ജോയിന്റ് ഫയർ വെച്ച് വന്നത് തടഞ്ഞു ഒറ്റയടി. അതോടെ ബ്രേക്കായി ആളുടെ അടിക്കാനായിട്ട് പിന്നെ അവർ നോക്കുന്നുണ്ട് അയാൾ തടയാൻ. അപ്പോൾ തന്നെ എന്തോ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് അവർക്ക് ചുറ്റുമായിട്ട് കണക്ട് ആകുന്ന രീതിയിൽ അപ്പോൾ തന്നെ മാറാൻ നോക്കിയെന്ന ഷിയോവിനെ ട്രാപ്പാക്കി ലോക്കാകുന്ന രീതി. അത് കണ്ടപാടെ ഈ ഓണർ ഒരു അറ്റാക്ക് കൊടുത്തു. അത് അയാളുടെ കണക്റ്റായ ത്രെഡ്സിലായിരുന്നു കൊണ്ടു. അത് ബ്രേക്കായി. അതോടെ അയാളുടെ പവർ കുറയാനായിട്ട് തുടങ്ങി. അതുപോലെ ബാക്കിയുള്ളവർ ചേർന്ന് ഓരോന്നായിട്ട് ബ്രേക്കാക്കി. ഷിയോയിന് പുറത്ത് വന്ന് പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ലൈറ്റിന് യൂസ് ചെയ്ത് വന്നുകൊണ്ട് അപ്പോഴാണ് ആ ട്രീയിൽ നിന്ന് അതിലേക്ക് പിന്നെ ത്രെഡ്സ് കണക്റ്റായി വളരെയധികം പവർഫുൾ ആയിപ്പോൾ അതിന് കിട്ടുകയാണ്. അതൊരു വലിയൊരു ടെക്നിക്ക് അത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു ഹോള് പോലെ അതിനുള്ളിലേക്ക് അവരെ വലിച്ചെടുക്കാനായിട്ട് തുടങ്ങി. അത് പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ്. ഒരുത്ത അതിനുള്ളിലേക്ക് പോയി. ആ കൂടെ വന്നിരുന്ന 2-3 ആൾക്കാരുണ്ടായിരുന്നില്ല, അതിലൊരുത്തേ അവരുടെ അവസ്ഥ കണ്ട് ഷിയോൻ വജ്ര പൊടി അത് എടുക്കുന്നുണ്ട്. അത് നേരെ എതിർത്ത് നിന്നു. ബാക്കിയുള്ളവർക്ക് പിറകിലേക്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ ഫോഴ്സ് ഇല്ലാത്ത ഈ ഷിയോയിന് നേരെ അവൾ തന്നെ ചറവറ അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഡ്രാഗൺ ഫോണിക്സ് ഷീൽഡ് അത് യൂസ് ചെയ്ത് ബോഡി കവറാക്കി ഫ്രണ്ടിലായിട്ട് നിർത്തി. ആ വന്നതൊക്കെ തട്ടിപ്പോകുന്നുണ്ട്. ആ പാടുപെടുന്നുണ്ട്. അങ്ങനെ ഒരു അവസരം നോക്കി നേരെ ആ ഹാഫ് സെയിന്റിന്റെ അടുത്തേക്ക് വന്ന ആ ഷീൽഡ് വെച്ച് തന്നെ തട്ടി തെറിപ്പിച്ചു. അതിന്ന ടൈം എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് അറ്റാക്ക് ചെയ്യണം. അതോടെ ആ ത്രെഡ്സ് എല്ലാം ഓരോന്നായിട്ട് പിന്നെയും പൊട്ടാനായിട്ട് തുടങ്ങി. അവസാനം എല്ലാം പൊട്ടി എന്നാ അത് പിന്നെ വരുന്നുണ്ട്. അപ്പോഴുണ്ട് ഷിയോൻ ഒക്ടാഡി സ്മാഷ് എന്ന പവർഫുൾ ആയ പഞ്ച് അത് വെച്ച് ഒറ്റാടി ആ ത്രെഡ്സ് കണക്ട് ആകുന്നതിന് മുൻപേ ആയതുകൊണ്ട് തന്നെ ആ പപ്പറ്റി ഇല്ലാതാകുകയാണ്. അവരതിൽ നിന്ന് പുറത്തും വരുന്നുണ്ട്. ഷിയോനെ നോക്കുമ്പോൾ അവരോട് പേടിക്കണ്ട, ആ ഷീൽഡ് അവനെ ഒന്നും പറ്റാൻ നോക്കിയില്ല. പറ്റാതെ നോക്കി അവർക്ക് പിൽസ് കൊടുത്ത് റിക്കവർ ആകാനായിട്ട് പറയാണ്. ഞാൻ ഇവിടെ നോക്കാം എന്ന് പറഞ്ഞ് കൊടുത്തു. അവർ പിന്നെ റിക്കവർ ആകുന്ന ഷിയോയിൻ്റെ അടുത്തേക്ക് യൂണർ വന്നിട്ട് നമുക്ക് ഇന്റർഫേസ് ചെയ്യണമെന്ന് തന്നെ അതാരൊക്കെ ചാവുമെന്ന് നോക്കാം, എന്നിട്ട് പ്ലാൻ പോലെ പോകാം. അത് കഴിഞ്ഞ് കുറേ ടൈം പോയി. അതിൽ നിന്നും ആ ഹാഫ് സെയിന്റ് പപ്പറ്റിനെ ഇല്ലാതാക്കിയിട്ട് പുറത്തു വരുന്ന അവര് എന്നാൽ അവർക്ക് എല്ലാവർക്കും ആൾക്കാർ കുറവായിരുന്നു. ഒരുപാട് പേര് ഡെഡ് ആയല്ലോ. ഷിയോന്റെ ആൾക്കാരെ നോക്കുമ്പോൾ അവർക്ക് ഇഞ്ചുറി ഇല്ല. അവരുടെ ആൾക്കാരെല്ലാം കൂടുതൽ പേരുണ്ട്. ഇതൊക്കെ കണ്ട് ഷോക്കായിട്ട് എടുക്കാണ് ഫോണിക്സ് ട്രൈബിൽ അവര് പ്രൊവോക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല എന്ന് യൂണർ പറയേ. അതൊന്നുമല്ല, ഇനി ഏൻഷ്യന്റ് ട്രീ എന്താണ് അടുത്തത് ചെയ്യാൻ കാത്തിരിക്കുന്നതെന്ന് അറിയില്ല. വളരെ ഡേഞ്ചറാണ്. അതുകൊണ്ട് തന്നെ 1006 സ്റ്റാറിന് മുകളിലുള്ളവർ പോകണം എന്ന് തീരുമാനിച്ച ഫ്ലവർ സെക്റ്റിലെ എൽഡർ അവര്
ഇവിടെ കവറായിട്ട് നിൽക്കാൻ എന്നൊക്കെ പറയുകയാണ്. ഗോകുലാലി അവരോട് കമാൻഡർ അവൾ പോകാമെന്ന് അവൾ ആ കമാൻഡർ കൂടെ പോകാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ കൂട്ടത്തിൽ വന്ന രണ്ടുപേരുണ്ടല്ലോ അവരുണ്ട്. അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ക്ലാൻ ഫോണിക്സ് ട്രൈബും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ പോകുകയും അവരെങ്ങോട്ടോ ആ ട്രീ കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ഷീവോയിന ഇലൂഷൻ പോലുള്ള ഒന്നിനകത്തായി അവന്റെ കൺമുന്നിലാകട്ടെ അവന്റെ ലൈഫില് മറക്കാൻ ആഗ്രഹിച്ച ഒരുപാട് ഇൻസിഡന്റ് വരികയാണ്. യാനലേൻസിനെ ഇല്ലാതാക്കുന്നത്, യാനലേൻസിന്റെ ആൾക്കാരെ ഓരോരുത്തരായിട്ട് സോളുകൾ കൊല്ലുന്നത്, അവന്റെ മാസ്റ്ററിനെ കൊണ്ടുപോകുന്നത്, എല്ലാം കൂടി ഒരുമിച്ച് അവൻ മറക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ പെട്ടെന്നാണ് അവന്റെ മുൻപിലായിട്ട് ഒരുപാട് സോൾ ഹാൾ മെമ്പേഴ്സ് അവൻ നിൽക്കുന്നത്. ഒരു സോൾ ഹാളിന്റെ ബ്രാഞ്ചിന്റെ അവിടെ. അതെല്ലാം ഒരു ഇലൂഷനാണ്. കണ്ടപാടെ അവന്റെ കൺട്രോൾ പോയി. എൻ്റെ അച്ഛൻ മാസ്റ്റർ യാനലേൻസ് അവർക്ക് പറ്റിയെന്നില്ല ഞാൻ തിരികെ തരും എന്ന് പറഞ്ഞ് ക്രൂവലായിട്ട് അവൻ പിന്നെ അറ്റാക്ക് ചെയ്യുകയാണ്. അവരെ ഇല്ലാതാക്കുകയാണെന്ന് അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അവനറിയുന്നില്ല ഇതൊരു ഇലീഷനാണെന്ന്. എന്നാൽ അതിനേക്കാൾ ആ ട്രീ അവനൊരു പപ്പറ്റിനെ പോലെ മുൻപ് ഹാഫ് ടൗസൻഡിനെ കൺട്രോളാക്കിയതുപോലെ അവനെ കൺട്രോളിലാക്കി വെച്ചേക്കുമായിരുന്നു. എല്ലാവരും ചാവ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൺട്രോൾ മുഴുവനായിട്ട് പോകുന്ന അവസ്ഥ. അവരെല്ലാവരെയും ഇല്ലാതാക്കി അവസാനം ഒരുത്ത മാത്രമായി. അവനെ കൊല്ലാനായിട്ട് വളരെ അഗ്രസീവായിട്ട് നേർക്ക് വരുമ്പോഴാണ് അവൻ്റെ ഉള്ളിലെ ബോഡി സീഡിന് റിയാക്ഷൻ. അവന് ഉണ്ടായിരുന്ന ആ കോപം, ദേഷ്യം എല്ലാം ഇല്ലാതാകുന്നു. അവൻ്റെ മുൻപിൽ ആൾക്കാർ മറഞ്ഞു പോകാനായിട്ട് തുടങ്ങി. അവന് കൺട്രോളിലായിരുന്ന ആ ത്രെഡ്സ് എല്ലാം ഇല്ലാതായി. ശിവനെ കണ്ട് നോർമലായി ആ രീതിയിലേക്ക് വരികയാണ്. അവൻ അപ്പോഴാണ് മനസ്സിലായി അവനെ ആ പപ്പറ്റ് കൺട്രോളിലേക്ക് ആക്കുമായിരുന്നു. ഈ ഇലൂഷൻ ട്രാപ്പിൽ നിന്ന് പുറത്തു വരാൻ ആ ബോധി സീഡ് സഹായിച്ചു. അങ്ങനെ അവൻ അവിടെ ഇരിക്കുന്ന സമയത്താണ് അത് മറിഞ്ഞിട്ട് പുതിയൊരു പ്ലേസിലേക്ക് പോകുന്നത്. നോക്കുമ്പോൾ അവിടെ ഒരു ട്രീയും അതിൻ്റെ റിമൈൻസും കാണുകയാണ്. അത് കണ്ട് നിൽക്കുന്നത് കാണിക്കുകയാണ്. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെ കാണാം അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.